ഹായ്, കോച്ച് സുഹിൻ ഹിയർ ഫ്രം ടീം ഹാർഡ്കോർ ഒഫീഷ്യൽ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്സ് പോസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മെൻസ് ഫിസിക് അല്ലെങ്കിൽ ക്ലാസിക് ഫിസിക്, ഓപ്പൺ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പോസിങ് റുട്ടീനും ഉണ്ട്. എപ്പോഴും നടക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഒരുപാട് ബോഡി ബിൽഡിംഗ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ പല പല കാറ്റഗറീസ് കണക്കാക്കി ചെയ്തു വരുന്ന അത്ലറ്റ്സിനും നല്ല രീതിയിൽ കണ്ടീഷൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. പക്ഷേ അവർക്ക് സ്റ്റേജിൽ കയറുന്ന സമയത്ത് അതിൻ്റെ പ്രസൻറ്റേഷൻ അവർക്ക് ഏത് രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് ആംഗിളിൽ പോസിങ് ചെയ്യുമ്പോഴാണ് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഒരു കോച്ച് പറഞ്ഞു കൊടുത്തിരുന്നാൽ കൂടി അവരുടെ പോസിങ് പ്രാക്ടീസിൽ കൂടെയാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുക. എത്ര ഒരാൾ പറഞ്ഞു കൊടുത്ത് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് കിട്ടിയാൽ മാത്രമേ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ മസിലിൻ്റെയൊക്കെ ഡെഫിനേഷൻ, ആ ഒരു സ്പ്ലിറ്റ്നെസ്, ആ ഒരു ക്വാളിറ്റി, മാക്സിമം വീക്ക്നെസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലെക്സിങ് ചെയ്യുമ്പോഴത്തേക്കും കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാവും എന്നുള്ള കാര്യം ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു രീതിയിലാണ് ഒരുപാട് കോമ്പറ്റീഷനിൽ മിക്ക ആൾക്കാരും വരുന്നത്. സോ നിങ്ങൾ ബോഡി ബിൽഡിംഗ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളതിൻ്റെ കൂടെ പോസിങ് റൊട്ടീനും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്യുക. കട്ടിങ് ടൈം ആവട്ടെ, ലാസ്റ്റ് കണ്ടീഷൻ ടൈം ആവട്ടെ, ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാം, ആ സമയത്ത് നോക്കാം എന്നുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരും. ആ സമയത്തുള്ള നിങ്ങളുടെ ട്രെയിനിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിയോ സെക്ഷൻ ആണെങ്കിലും എല്ലാം കുറച്ചും കൂടെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ കിട്ടുന്ന കാര്യം വളരെയധികം സമയം കുറവായിരിക്കും. സോ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ പഠിക്കാം, ലാസ്റ്റ് ടൈമിൽ എന്നുള്ള രീതിയിലോട്ട് പോസിങ്ങിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കണ്ടീഷൻ ആക്കിയാലും അത് കറക്റ്റായിട്ട് നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് സ്റ്റേജിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫ്രം സ്റ്റാർട്ട് ദ ബിഗിനിങ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോസിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്നന്ന് ചെയ്യുന്ന മസിൽ പാർട്ടിൻ്റെ പോസിങ് റൊട്ടീന് അന്നന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ പാർട്ട് വരുന്നതിനനുസരിച്ച് അതിൻ്റെ പോസിങ് നല്ല രീതിയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെസ്റ്റിംഗ് ടൈം, ഈച്ച് വൺ സെറ്റ്, ഓരോ സെറ്റിൻ്റെ ഇടയിലും നമുക്ക് ഈ പറഞ്ഞ പോലത്തെ പോസിങ് റൊട്ടീന് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പോസിങ് പിടിച്ച് നോക്കുന്ന സമയത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ നല്ല രീതിയിൽ പോസിങ് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമ്മളെ മാക്സിമം നല്ല രീതിയിലായിരിക്കും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കിട്ടുന്ന നമ്മുടെ ബോഡിയിലേക്ക് ഒരു നല്ലൊരു അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾ പോസിങ് പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈച്ച് വൺ സെറ്റ്, ഓരോ പോസിങ് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു 10 to 15 സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോസിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ 7 കമ്പൾസറി പോസസ് വരുന്നുണ്ട്. അതിൽ ഓരോ പോസസും ജസ്റ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്ത്, നിങ്ങളുടെ മസിലിൻ്റെ എല്ലാ മസിലുകളും നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട് ബൈസെപ്സ് ആണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ബൈസെപ്സിന് മാത്രമല്ല ഫോക്കസ് കൊടുക്കേണ്ടത്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം പറ്റാറുണ്ട്. അപ്പർ ബോഡിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ലോവർ ബോഡി കയ്യിൽ പോകും. ചില ആൾക്കാർ ലോവർ ബോഡി കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അപ്പർ ബോഡി കയ്യിൽ പോകും. ഇത് രണ്ടും ഓക്കെ ആണെങ്കിലും അബ്ഡോമിനൽ കയ്യിൽ പോകുന്നൊരവസ്ഥ വരും, ബ്രീത്തിങ്. സോ ആ ഒരു ടെക്നിക്സ് നിങ്ങൾ ഓരോ പോസിങ് സെക്ഷനിലും ഓരോ പോസിങ്ങിലും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രം ദ ലാസ്റ്റ് ടൈം നിങ്ങൾ കോമ്പറ്റീഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു രീതിയിൽ പോസിങ് ചെയ്ത് പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ, ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പോൾ മാക്സിമം ഫ്രം സ്റ്റാർട്ട് ദ ബിഗിനിങ് നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മൾ പോസിങ് പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിലെ ഓരോ പോസിങ്ങും 10 സെക്കൻഡിൽ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് വേണം ഓരോ പോസിങ്ങും നമ്മൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട്.
നമുക്ക് അറിഞ്ഞുകൂടാത്ത പോസിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന കോച്ചിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പോസിംഗ് റൊട്ടീൻസ് അവൈലബിൾ ആണ്. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളതായിട്ടുള്ളൊരു പൊസിഷൻ നിങ്ങളതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പോസിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലൊരു നിങ്ങളുടെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ളൊരു വൃത്തി വരണമെന്നില്ല. നിങ്ങളതായിട്ടുള്ള രീതിയിലൊരു പൊസിഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഓക്കെ ഞാൻ ഈ രീതിയിൽ പിടിച്ചാലാണ് എൻ്റെ ബോഡിക്ക് അത് വൃത്തിയാകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് സ്റ്റേജിൽ കയറുന്ന സമയത്ത് ബ്രീത്ത് കിട്ടാതെയും അതുപോലെ തന്നെ ഈ മസിൽ ക്രാംസ് വരുന്നതും അത് വേറൊരു സെക്ഷനാണ്. ഞാനിത് വേറൊരു വീഡിയോയിലോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പോസിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ക്രാമ്പിങ് വരുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമ്മൾ പോസിങ്ങിൽ ഒരു ബേസിക് ആയിട്ടുള്ള റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം മുതൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ബ്രീത്ത് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജഡ്ജസ് അടുത്ത പോസ് പറയില്ല. ഒരു 10 to 15 സെക്കൻഡ് ചിലപ്പോൾ അവിടെ ഹോൾഡ് ആവും. ആ ഒരു 15 സെക്കൻഡ് ചില ആൾക്കാർ പിടിച്ച പാടങ്ങ് വിടുന്നുണ്ട്, ചില ആൾക്കാർക്ക് പിടിക്കാൻ പോലും പറ്റാത്തത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അത് പറയാം. അപ്പോൾ ആ ഒരു ടൈം ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിങ് പ്രാക്ടീസ് ഈസ് നീഡഡ്. ഈച്ച് വൺ പോസിങ് ഏത് കാറ്റഗറിയിലാണെങ്കിലും, മെൻസ് ഫിസിക് ആയിക്കോട്ടെ, ക്ലാസിക് ഫിസിക് ആയിക്കോട്ടെ, ഓപ്പൺ ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതിലെ ഓരോ പോസിങ്ങും ബ്രീത്തിങ് കൺട്രോളോട് കൂടി 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് സമയം വരെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും. ഇതുപോലുള്ള ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ അടുത്താണെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.